ഇ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. സമയകൃത്യത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് 3 ബില്ലുകളുണ്ട്. ആശ്വാസകരണം പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഏതാനും വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വിഷയമാണ് ഞാൻ ഈ കോളിംഗ് അറ്റൻഷനിലൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സർ, ഈ ഓട്ടിസം, സെറിബ്രൽ പാൾസി ഉൾപ്പെടെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും മാനസിക വൈകല്യമുള്ളവരുമായ വിവിധ വിഭാഗം ആളുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സർ, പല രക്ഷിതാക്കളും MLA എന്ന രീതിയിൽ നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ നേരിട്ട് വന്ന് പറയുന്ന, കരളലിയിപ്പിക്കുന്ന, തൊണ്ടയിടറി പറയുന്ന ചില കാര്യങ്ങളാണ് സർ ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ എല്ലാവർക്കും ബാധകമായത്, നമുക്ക് ചുറ്റുപാടുമുള്ളവർക്കെല്ലാം ബാധകമായ വിഷയമാണ് സർ. ഇത്തരം വൈകല്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഉണ്ട്. 10ഉം 25ഉം വയസ്സ് കഴിഞ്ഞവരുണ്ട്. അവരെ പരിചരിക്കുന്നവരുടെ ആ രക്ഷിതാക്കളുടെ സങ്കടം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കുട്ടികളെയും എടുത്ത് മറ്റ് ഒരിടത്ത് അവരുടെ കുടുംബത്തിലെ ബന്ധുക്കളുടെ വിവാഹ ചടങ്ങിലോ മരണചടങ്ങിലോ എവിടെയും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവിടെ ഇത്തരം കുട്ടികളുമായി എത്തിയാൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളും ഒച്ചവെച്ചുള്ള അവരുടെ രീതികളും അട്ടഹാസങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ ബന്ധുക്കളായ ആളുകൾ പോലും പറയുക, എന്തിനാണ് ഈ കുട്ടിയെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ രക്ഷിതാക്കൾ പിടഞ്ഞു പോകും സാർ. അവർക്ക് എങ്ങനെയാണ് അത് താങ്ങാൻ കഴിയുക എന്നത് നമുക്കേവർക്കും ഊഹിക്കാനേ കഴിയും. ഇതനുഭവമുള്ള കുടുംബങ്ങളിൽപ്പെട്ടവർ നമ്മുടെ സമീപത്ത് അത്തരം ആളുകളുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും. സർ, ഇത്തരം ആളുകളെ പരിചരിക്കുക എന്ന് പറയുന്നത് ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. ഇതിന് സാമ്പത്തികമായ വരുമാനത്തിൻ്റെയോ നേട്ടത്തിൻ്റെയോ പ്രത്യേകതയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത്തരം വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ളവർക്കാണെങ്കിൽ കുറേയൊക്കെ പരിചരണം നൽകാൻ കഴിയും. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട തൊഴിലാളികൾ, കുടുംബത്തിൽ അച്ഛനോ അമ്മയോ തൊഴിലിന് പോയാൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന കുടുംബങ്ങളിലെ ഇത്തരം അവസ്ഥയുള്ള ആളുകളുടെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുടെ, ഓട്ടിസം ബാധിച്ചവരുടെ ഒക്കെ വിഷയങ്ങൾ വന്നാൽ അത് അവരെ എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പ്രശ്നം. സർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകരണം പദ്ധതി എന്ന നിലയിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ്. തീർച്ചയായും ആ പദ്ധതി വലിയ അനുഗ്രഹമാണ്, നിസ്സാരമായൊരു കാര്യമല്ല. പക്ഷെ അത് വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ഒരു 6-7 മാസക്കാലമായി പെൻഡിങ് ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ് ബഹുമാന്യയായ മന്ത്രിയുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. സർ, ഇതിലൊരു കാര്യം, 2018 മാർച്ച് മാസം 31 വരെയുള്ളവരുടെ എണ്ണം 28,030 അവർക്കിതെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. സർ, എന്നാൽ 2018 ശേഷം 24 നവംബർ വരെ അപേക്ഷ നൽകിയിട്ടുള്ള 71,233 പേരുണ്ട്. സർ, മൊത്തം പറഞ്ഞാൽ 1,00,000 കുടുംബങ്ങൾ ഈ വേദന അനുഭവിക്കുന്നു എന്നാണ് ചുരുക്കം. അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അടിയന്തര സ്വഭാവത്തോടു കൂടി അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാനും അവരുടെ പരിചാരകരെ ഉൾപ്പെടെ സംരക്ഷിക്കാനുമുള്ള നടപടി സ്വീകരിക്കണം. സർ, അത്തരം ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിൽ വർധനവ് വരുത്തണം. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലുള്ള ഒരു സംവിധാനം അവർക്ക് കൂടി ബാധകമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവരെ ഇൻഷൂർ ചെയ്യുന്നതിന്, ഇത്തരം ആളുകളുടെ കാര്യത്തിൽ അതീവ പരിഗണന ലഭിക്കേണ്ട ഭിന്നശേഷിക്കാരെ ഇൻഷൂർ ചെയ്യുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, കുടുംബത്തിൻ്റെ വാർഷിക വരുമാനവും മറ്റും ഇതിൽ പ്രധാനമായ കാര്യമായി പരിഗണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് 1,00,000-ൽ പരം വരുന്ന കുടുംബം കേരളത്തിൽ ഇത്തരം അവശത അനുഭവിക്കുന്നവരുടെ എല്ലാ വേദനകളും പേറി ജീവിക്കുന്നു എന്നുള്ള ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകൾക്ക് സംരക്ഷണം നൽകാൻ, അവർക്ക് പരിചരണം നൽകാൻ
പരിചാരകർക്ക് ആവശ്യമായ സഹായം നൽകാൻ അവർക്ക് ഇൻഷുറൻസ് സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കൂടി ഗൗരവമായി ആലോചിക്കണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ നിന്നാണ് ഇത്തരം അനുഭാവപൂർവമായ സമീപനമുണ്ടാവുക എന്നും ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ വിഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, 100% അന്ധത ബാധിച്ചവർ, പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ മുതലായ രോഗങ്ങളാൽ കിടപ്പിലാവുകയും ചെയ്ത ദൈനംദിന കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അവരെ പരിചരിക്കുന്ന ഒരാൾക്ക് പ്രതിമാസം 600 രൂപ നിരക്കിൽ ധനസഹായം ആശ്വാസകിരണം പദ്ധതിയിലൂടെ നൽകി വരുന്നുണ്ട്. 2021-22 സാമ്പത്തിക വർഷം മുതൽ 24-25 വരെ 117 കോടി രൂപയുടെ ധനസഹായം ഈ പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്കായി 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യഘട്ടമായി ലഭിച്ച 17 കോടി രൂപയിൽ 11 കോടി രൂപ വിനിയോഗിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് 2025 ആഗസ്റ്റ് മാസം വരെയുള്ള ധനസഹായം ഓണത്തിന് മുൻപായി കൊടുത്തു തീർത്തിട്ടുള്ളതാണ്. ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് പരിഗണിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ച 2018 ശേഷം സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുന്ന വിഷയം ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഭിന്നശേഷിക്കാരും ഇൻ്റലക്ച്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ രക്ഷിതാക്കളുമൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ നയം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് മുഖാന്തരം സ്പെക്ട്രം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. സ്പെക്ട്രം പദ്ധതി മുഖാന്തരം തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, മഞ്ചേരി, കോഴിക്കോട് എന്നീ 6 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ കോഴിക്കോട് ഇംഹാൻസിലും ഓട്ടിസം സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഓട്ടിസം കേന്ദ്രങ്ങളിലൂടെ ഓട്ടിസം സ്ക്രീനിങ്, വിവിധ തെറാപ്പികൾ, പരിശീലനങ്ങൾ, കൗൺസിലിംഗ്, വൈദ്യ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കി വരുന്നുണ്ട്. പ്രതിവർഷം 20,000 മുതൽ 25,000 വരെ കേസുകൾ ഈ സ്ഥാപനങ്ങളിലൂടെ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. ഓട്ടിസം മേഖലയിൽ ആധുനികവും ശാസ്ത്രീയവുമായിട്ടുള്ള ഇടപെടലുകളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിനായി ഈ മേഖലയിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ റീജിയണൽ ഓട്ടിസം റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓട്ടിസം ഉണ്ടെന്ന് സംശയിക്കുന്ന 3 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ആധുനികവും ശാസ്ത്രീയവുമായ ഇടപെടലുകളിലൂടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിൽ നിപ്മർ കേന്ദ്രീകരിച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നു. സെറിബ്രൽ പാൾസിയുള്ള കുട്ടികൾക്ക് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പുനരധിവാസ പ്രവർത്തനങ്ങളും ഗവേഷണാത്മക പഠനങ്ങളും നടത്തുന്നതിനും നിപ്മറിൽ സെറിബ്രൽ പാൾസി റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടിസം മേഖലയിൽ വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശിശുരോഗ വിദഗ്ധർക്ക് തിരുവനന്തപുരത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. ഈ മേഖലയിൽ വിദഗ്ധർക്ക് സഹായകരമായ ഒരു കോംപ്രിഹെൻസീവ് ഓട്ടിസം റിസോഴ്സ് ബുക്ക് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സേവനം ലഭ്യമാക്കുന്നവർക്കുള്ള പരിശീലനത്തിനായിട്ടാണത്. അതുപോലെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ഭിന്നശേഷി പുനരധിവാസം സാധ്യമാക്കാൻ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയ പരിചരണങ്ങളും തെറാപ്പികളുമൊക്കെ ലഭ്യമാക്കുന്നതിനും സഹായകരമായ വിധത്തിൽ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. അതുപോലെ രക്ഷാകർതൃ ശാക്തീകരണ പരിപാടി പെപ്പ് എന്ന പേരിൽ പാരൻ്റ് എംപവർമെൻറ്റ് പ്രോഗ്രാം ഇത്തരത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള രക്ഷാകർത്താക്കൾക്കുള്ള പരിശീലന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്.
അതുപോലെ തെറാപ്പി സൗകര്യങ്ങളുടെ ഗുണനിലവാരങ്ങൾ ഉറപ്പാക്കുന്നതിന് തെറാപ്പി സെൻ്ററുകളെ എംപാനൽ ചെയ്യുന്നതിന് ആവശ്യമായ മാർഗരേഖ ഗൈഡ് ലൈൻസ് ഫോർ മിനിമം സ്റ്റാൻഡേർഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് തെറാപ്പി സെൻറ്റേഴ്സ് ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ പുനരധിവാസത്തിന് കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് പുറമെ NGO പങ്കാളിത്തത്തോടുകൂടി പുതിയ പ്രതീക്ഷാ ഭവനുകൾ ആരംഭിക്കുന്ന പദ്ധതി പ്രകാരം സാമൂഹ്യനീതി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് കോഴിക്കോട് ജില്ലയിൽ പ്രതീക്ഷാ ഭവൻ എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. പ്രചോദനം പദ്ധതി പുതിയ പദ്ധതിയാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്ന സന്നദ്ധ സംഘടനകൾക്ക് സർക്കാർ സഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് പ്രചോദനം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള SOP കരിക്കുലം ഇവയുടെ അടിസ്ഥാനത്തിൽ 1,47,02,360 രൂപയുടെ ഭരണാനുമതി അതിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 8 സ്ഥാപനങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഉടനെ തന്നെ ആ കേന്ദ്രങ്ങളെ തെരഞ്ഞെടുക്കും. റെസ്പൈറ്റ് കെയർ കേന്ദ്രങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ്. തീവ്ര ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യവും അനുബന്ധ സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന, അതായത് ഹ്രസ്വകാല പരിരക്ഷ. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു, വിവാഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്ക് കുട്ടികളെ ആക്കി പോകാൻ കഴിയും. അതുപോലെ കുടുംബമായിട്ട് താമസിക്കാനും താൽക്കാലിക താമസത്തിനുള്ള സൗകര്യം റെസ്പൈറ്റ് കെയർ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുന്നതാണ്. 3 ഇടങ്ങളിൽ അത് ആരംഭിക്കും. സംയോജിത പുനരധിവാസത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 3 പുനരധിവാസ വില്ലേജുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള അസിസ്റ്റീവ് ലിവിംഗ് ഹോമും നിഷിൻ്റെ എക്സ്റ്റൻഷൻ സെൻ്ററും കൂടിയായിട്ടാണ് അത് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും അത്തരമൊന്ന് ആരംഭിക്കുന്നുണ്ട്. എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും മറ്റും ലഭ്യമാക്കുന്നതാണ്. സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രം പദ്ധതി ബ്ലോക്ക് തലത്തിൽ സാമൂഹ്യ സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ സേവനങ്ങളും അർഹരായ മുഴുവൻ പേരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ എക്സ്റ്റൻഷൻ സെൻ്റർ സഹജീവനം സഹായ കേന്ദ്രം പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ ഈ വർഷം ആരംഭിച്ച് അടുത്ത വർഷം എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് പുറമെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളും ഓട്ടിസം, സെറിബ്രൽ പാൾസി പ്രശ്നങ്ങൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായിട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ഉന്നയിച്ച ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് സാമൂഹ്യനീതി വകുപ്പ്. സർ, 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ളവരുടെ റിഹാബിലിറ്റേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ഏതെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ? അത് നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ച 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പദ്ധതിയാണ് പ്രധാനമായും പ്രചോദനം പദ്ധതി. അവർക്ക് നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനം നൽകുകയും ഒരു തൊഴിലിലേക്ക് പോകാൻ സഹായകരമായ പിന്തുണ നൽകുകയും ചെയ്യുന്നതിനാണ് പ്രചോദനം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ബഡ് സ്കൂളുകൾക്ക് തുടർച്ചയായിട്ട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് വ്യാപകമായിട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി. ഇത് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലാണ് തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സജീവമായിട്ട് ആലോചിച്ചു വരികയാണ്. സമീപ ഭാവിയിൽ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന എല്ലാവരെയും കൃത്യമായ നിലയിൽ പുനരധിവസിപ്പിക്കാൻ സഹായകരമായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്.